കൃപേഷിന്റെ അച്ഛന്റെ പ്രതികരണം കേൾക്കാം. ഇതൊരു പാഠം ആയിരിക്കട്ടെ, CPM ഒരു പാഠം ഈ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നേതാക്കന്മാർക്കും CPM അണികൾക്കും ഇത് പാഠമായി ഇരിക്കട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. വലിയ പോരാട്ടമായിരുന്നല്ലോ, അതായത് സർക്കാർ അന്വേഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് കോടതി നമ്മൾ വലിയൊരു പോരാട്ടം നടത്തി. അതിന് പിന്നെ അതിനെതിരെ പോരാട്ടം നടത്തി. ഗവൺമെൻറ് ഫുള്ള് നമുക്കെതിരാണ്. പിണറായി 2 കോടി രൂപയാണ് ഡൽഹിയിൽ നിന്ന് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് 2019 ഫെബ്രുവരി 17 അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. രാഷ്ട്രീയ കേരളം അവിടെ നിന്നിങ്ങോട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസാണിത്. കേസിൽ ഇപ്പോൾ 14 പ്രതികൾ കുറ്റക്കാരെന്നും 10 പേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തുകൊണ്ടുള്ള വിധിയാണ് ഇപ്പോൾ CBI കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഗൂഢാലോചന എല്ലാവരിലും തെളിയിക്കാനാകാഞ്ഞത് അതിൽ നിരാശയുണ്ട് എന്നാണിപ്പോൾ കുടുംബം പ്രതികരിക്കുന്നത്. അപ്പീൽ പോകും എന്നാണിപ്പോൾ ശരത് ലാലിൻ്റെ അമ്മയും അച്ഛനും പ്രതികരിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഗൂഢാലോചന വെറുതെ വിട്ട 10 പ്രതികൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് കുടുംബം പറയുന്നു. അവരിലും ഗൂഢാലോചന തെളിയിക്കാനാകാത്തതിൻ്റെ നിരാശ ആ കുടുംബത്തിൻ്റെ പ്രതികരണത്തിലുണ്ട്. CPM നേതാക്കൾ ഉൾപ്പെട്ട കേസിൽ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 പേർ കുറ്റക്കാരെന്നും 10 പേർ നിരപരാധികളെന്നും ആണ് ഇപ്പോൾ CBI കോടതിയുടെ കണ്ടെത്തൽ. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBIയും അന്വേഷിച്ച കേസാണ്. CBIയിൽ നിന്നും നീതി ലഭിച്ചു എന്ന ആദ്യഘട്ടത്തിൽ കൃപേഷിൻ്റെ അമ്മ പ്രതികരിക്കുന്നു. പക്ഷേ വിധിയുടെ വിശദാംശങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് എല്ലാവർക്കും ശിക്ഷയില്ല എന്നുള്ളത് കുടുംബത്തെ നിരാശപ്പെടുത്തുന്നത്. 14 പേർ കുറ്റക്കാരെന്ന് പറയുമ്പോൾ അതിൽ CPM നേതാക്കളടക്കമുണ്ട്. മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയുമായ K മണികണ്ഠൻ, പാർട്ടി പാക്കം പെരിയ ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന വെള്ളുത്തോളി രാഘവൻ, N ബാലകൃഷ്ണൻ തുടങ്ങി 24 പ്രതികളാണ് കുറ്റപത്രത്തിലുണ്ടായിരുന്നത്. ഇതിൽ 14 പേരെയാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യം അറസ്റ്റിലായ 14 പേരിൽ 11 പേർ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലും പ്രതിപട്ടികയിൽ CBI ചേർത്ത 10 പേരിൽ അന്ന് CPM എച്ചിലടുക്കം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന P രാജേഷ് അടക്കം 5 പേർ കാക്കനാട് ജയിലിലുമാണ് കഴിയുന്നത്. കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും 2019 ഫെബ്രുവരി 17 അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസാണ്. എച്ചിലടുക്കം റോഡിൽ കാറിലെത്തിയ സംഘം ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ആക്രമി സംഘം കൃപേഷിനെയും ശരത് ലാലിനെയും അതിക്രൂരമായിട്ടാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. TP കൊലയ്ക്ക് ശേഷം നടന്ന അതിക്രൂര രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് കേരളം ഈ കേസ് ചർച്ച ചെയ്തിരുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ. അതിക്രൂരമായ ആക്രമണത്തിൽ കൃപേഷ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് ശരത് ലാൽ കൊല്ലപ്പെട്ടത്. നമ്മൾ ആലോചിക്കും അല്ലെ, പക്ഷേ ഈ നമ്മൾ അതായത് പ്രോസിക്യൂട്ടറായിട്ട് ആലോചിക്കും, നിയമവശങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും. കാരണം ഇതുവരെയും നമ്മൾ നിയമപോരാട്ടത്തിൻ്റെ പിന്നിലായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. പക്ഷേ നേരെ മറിച്ച് കോടതി കുറ്റക്കാരെ കണ്ടെത്തിയതിൽ, കൊലപാതക കുറ്റം തെളിയിക്കാൻ പറ്റിയതിൽ, ഈ 14 പേർക്കെതിരെ കൊലകുറ്റം പിന്നെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷം അല്ല, ഒരു കൃതജ്ഞതയുണ്ട്. ആ കോടതിയിൽ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ അവർ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കും വരെ നമ്മൾ പോരാട്ടം നടത്തും. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമുക്ക് പറയാൻ പറ്റും.